ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് തിന്നൊന്നല്ല കേട്ടോ, ഇത് നമ്മളെ തുളസീൻ്റെ ഇല, തെച്ചിപ്പൂവ്, കറിവേപ്പില, പിന്നെ നമ്മളെ ചെമ്പരത്തി. അതിൻ്റെ അടിയിൽ എന്താ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അടിയിൽ നമുക്ക് കിട്ടുമെന്നല്ല, കൈ കൊടുക്കും. 2 മഞ്ഞുള്ളിയ, കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ണിയത്തിൻ്റെ മുട്ടത്തലയിലേക്ക് വെളിച്ചെണ്ണ മുറുക്കാണ് കേട്ടോ. ഇതില്ലാണ്ട് വെളിച്ചെണ്ണ ഇല്ലാണ്ട് കുളിക്കൂല ആൾ. അപ്പം ഞാനിത് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ഷവർമ. അടുത്തതായി മുടിൻ്റെ എള്ള് ഒരു 400 ഗ്രാം എള്ളുണ്ട്. അപ്പം ഇത് നമ്മൾ കഴുകി അരിച്ചിട്ട് വറക്കാൻ പോവാം. എന്നിട്ട് നമ്മൾ ചുക്കുപൊടി കണ്ടോ, ഇത് കുറച്ച് ചേർക്കണം, അതൊന്നായിട്ട് ചേർക്കില്ല കേട്ടോ. ഒരു ചക്കരയും കൂട്ടി ശേഷം കഴിച്ച് ഈ എള്ള് എണ്ണയാവും വരെ പൊടിക്കാനാണ് പറഞ്ഞത്. ഈ എള്ള് മുഴുവൻ നമുക്ക് ഇതിലിടാം കേട്ടോ. ഈ എള്ള് മുഴുവൻ ഇതിൽ പൊടിയോ, നമുക്ക് ആട്ടുന്ന ജാറിലിടായിരുന്നു അല്ലേ. എന്തായാലും ഇല്ല, നമുക്ക് പൊടിച്ചോക്കാം. അപ്പം പൊങ്ങ പോലത്തെ സാധനമല്ലത്. 1 2 3 സ്റ്റാർട്ട്. ഈ ശർക്കര ചെറിയ ജാറിലിട്ട് കൊടുക്കാം, പൊടിക്കണ ജാറ്. ഇതിലിട്ട് നമുക്ക് പൊടിക്കും. ഇത് മതി, ശർക്കര അല്ലാതെ മധുരം വേണ്ട അല്ലേ. ഇത് നമുക്ക് ലേശം ചുക്കുപൊടി ഇട്ടാൽ മതിയാന്നൊക്കെ എൻ്റെ അമ്മ. നമ്മൾ ശർക്കര പൊടിച്ച് കുറച്ചങ്ങോട്ട് വാരി വെച്ചിട്ടാ. എന്നിട്ട് ഇനി നമുക്ക് ഈ എള്ള് പൊടിച്ച കട്ട നല്ല മേക്കായിട്ട് കേട്ടോ. ഇത് പറയുന്നത് ശരി തന്നെയാണ്, നല്ല എണ്ണ വന്ന്. ഇത് നമുക്ക് ഇത്തിരി അയച്ച ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല മിക്സ് ആക്കണ്ട. ശർക്കര ചുക്കുപൊടിയാണ്. അങ്ങനെ നമ്മളെ വെളിച്ചെണ്ണ അവിടെ റെഡി, നമ്മളെ എള്ളുണ്ട് അവിടെ റെഡി. ഒക്കെ മുടിയുടെ ആരോഗ്യത്തിനുള്ളതാണ്. അപ്പം നമ്മളെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എൻ്റെ ചക്കര കുഞ്ഞുങ്ങളാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ചക്കര മുത്തുകളാണ്. ഉച്ചയ്ക്ക് കൊണ്ടുപോയി ചൊറക്ക തിന്നണം. പിന്നെ വൈകുന്നേരം ഓരോ പപ്സും ചായയും കഴിച്ചോണ്ടു. ഞാനിന്ന് രാവിലെ മുട്ട പപ്സ് കഴിച്ചല്ലോ, ഞാനുണ്ടാക്കിയ. അപ്പം അതേമാതിരി കഴിച്ചോണ്ടു കേട്ടോ. ഇല്ലെങ്കിൽ ചിക്കൻ റോള് കഴിച്ചോണ്ടു. പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മ തരുന്ന ചായയും ചോറും ഒക്കെ തിന്ന് നല്ല കുട്ടികളായിട്ട് മേല് കഴുകണം. മേല് കഴുകിയിട്ട് സുന്ദരന്മാരായിട്ട് കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ഏർന്ന് ഒന്ന് ചിരിച്ച് കളിച്ച് അമ്മേനൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് വന്ന്